നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മൾക്ക് ഇന്ന് വിശിഷ്ട അതിഥിയായി എത്തിയിട്ടുള്ള അഖില എല്ലാവർക്കും അറിയാം. സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിജി ഇസ്രയേൽ സന്ദർശിച്ച സമയത്ത് അഖിലയ്ക്ക് വലിയൊരു അനുഗ്രഹം നേടാനായി. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് ആദ്യം ചെറിയൊരു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. കണ്ടല്ലോ, ഈ വീഡിയോയിൽ കാണുന്ന നരേന്ദ്രമോദിജി കൈ തലയിൽ വെച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്ന ആ പെൺകുട്ടിയാവാൻ കിട്ടിയ വലിയ ഭാഗ്യം നമ്മുടെ പ്രിയപ്പെട്ട അഖിലയ്ക്ക് തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമായിട്ടുള്ള ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ശക്തമായി തന്നെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള അഖിലയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിജി ഇസ്രായേലിലേക്ക് ചെന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു വിശേഷങ്ങൾ തന്നെയാണ് അഖില നമ്മളുമായി പങ്കുവെക്കുന്നത്. അഖില, ചാനലിലേക്ക് സ്വാഗതം. ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണ്. നോക്കൂ, ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികൾക്ക് ആഗ്രഹിക്കുന്ന വലിയൊരു ആഗ്രഹമാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുമായിട്ട് ഇടപഴകുക, അദ്ദേഹത്തിന് തൊടുക എന്നൊക്കെ പറഞ്ഞാൽ അതിൽ പരമൊരു ആഹ്ലാദം, അനുഗ്രഹം വേറെ ഇല്ല എന്നുള്ളതാണ്. അഖിലയുടെ തലയിൽ നരേന്ദ്രമോദിജി കൈവച്ച് അനുഗ്രഹിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നരേന്ദ്രമോദിജി അത് പോസ്റ്റ് ചെയ്യുന്നൊരു അവസ്ഥ വരെ ഉണ്ടായി, അല്ലെ അഖില? എങ്ങനെയാണ് അഖില ആ നിമിഷങ്ങളെ നോക്കി കാണുന്നത്? അയ്യോ, എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും എന്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നില്ല കേട്ടോ. ഈ വീഡിയോ പോസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവരും എന്റെ അടുത്ത് ചോദിച്ചു, എന്തിനാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഒരു പ്രധാനമന്ത്രി കണ്ടെന്ന് പറഞ്ഞിട്ട് ഇതെന്തിനിങ്ങനെ കരഞ്ഞിട്ട് ആൾക്കാർ അറ്റൻഷൻ കിട്ടാനാണോ, നാടകമാണോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അതിനൊരു വ്യക്തമായിട്ടൊരു ഉത്തരം ഞാൻ പറഞ്ഞു തരാം. ഓരോ വ്യക്തികളും ആരാധിക്കുന്ന ഓരോ ഈശ്വരന്മാരുണ്ട് അല്ലെ? അതുപോലെ എന്റെ ദേവനായ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ അയോധ്യയിൽ ഉപവിഷ്ടനാക്കിയ യോഗി വര്യനാണ് അദ്ദേഹം. യുഗപുരുഷനാണ് അദ്ദേഹം. അദ്ദേഹത്തെ എന്റെ കൺമുന്നിൽ കാണുക, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കുക, ഒന്ന് തൊടാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ്. അതൊക്കെ എനിക്ക് എന്റെ മുന്നിൽ ആ യുഗപുരുഷൻ വന്ന് നിൽക്കുമ്പോൾ എന്റെ കണ്ണിൽ നിന്നും ആനന്ദാശ്രുക്കൾ അല്ലാതെ മറ്റെന്താണ് വരേണ്ടത്? ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ കരയേണ്ട കാര്യമില്ലെന്ന് എനിക്കും അറിയാം. പക്ഷെ പ്രധാനമന്ത്രിയെക്കാട്ടിലുപരി ഞാൻ അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ ഉള്ളിലെ യുഗപുരുഷനാണ് അദ്ദേഹം, യോഗി വര്യനാണ് അദ്ദേഹം. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ കരഞ്ഞു പോകും. ഇങ്ങനെ ഒരു അവസരം ഇന്ത്യൻ എംബസി വഴിയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമ്മുടെ ഇസ്രയേൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഷൈനി ബാബു എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചിയുണ്ട്. നമുക്ക് വേണ്ടി കവലാബോദിലൊക്കെ പോയി സംസാരിക്കുന്ന ചേച്ചിയാണ്. ചേച്ചിയുടെ അടുത്ത് എംബസിന്ന് വിളിച്ചിട്ട് ജെറുസലേമിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു 15 പേരുടെ പേര് കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് ചേച്ചിയുടെ നമ്മുടെ സുഹൃത്തായ ആശി ചേച്ചിനെ വിളിക്കുകയുണ്ടായി. അപ്പൊ ആശി ചേച്ചിക്ക് വേറെ ഇഷ്ടംമാതിരി സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ചേച്ചിക്ക് ആദ്യം മനസ്സിലേക്ക് ഓടി വന്നത് എന്റെ പേരാണ്. കാരണം ഇത്രത്തോളം ഞാൻ അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ചേച്ചിക്ക്. ഫസ്റ്റ് ചേച്ചി എന്റെ പേര് എഴുതി കൊടുത്തതിന് ശേഷം എന്നെ വിളിച്ചിട്ട് ചേച്ചി പറയുന്നുണ്ട്, മോദിജി വരുന്നുണ്ട്, അപ്പൊ എംബസിന്ന് ഒരു 15 പേരുടെ പേര് ചോദിച്ചിട്ടുണ്ട്, അപ്പൊ ഞാൻ നിന്റെ പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പോകാൻ പറ്റുമോ ചേച്ചി, കാണാൻ പറ്റുമോ അദ്ദേഹത്തെ എന്ന് പറഞ്ഞു, അത് നിനക്ക് അതിന് യോഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിനക്കത് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഞാൻ 2-3 ദിവസം ഇങ്ങനെ ഉറങ്ങാണ്ടൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. വീട്ടിലൊക്കെ അച്ഛൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ മോദിജി വരുന്നുണ്ട് അച്ഛാ, ഞാൻ കാണാൻ പോവാ അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ്. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തെ ദൂരെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും, അദ്ദേഹം ജസ്റ്റ് ഇങ്ങനെ ടാറ്റ തന്നിട്ട് പോവും, അത്രയും ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്നെ സംബന്ധിച്ച് അതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ 10-15 പേരുമായിട്ട് അവിടെ ചെല്ലുന്നു. നല്ല സെക്യൂരിറ്റി, ടൈറ്റ് സെക്യൂരിറ്റി ആണ്. അപ്പം നമ്മള് 2 വിഭാഗമായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അകത്തും പുറത്തുമായിട്ട് ഇങ്ങനെ 2 ക്യൂവിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു മൊമെന്റിൽ നമുക്കിങ്ങനെ അറിയിപ്പ് വരുന്നുണ്ട് അദ്ദേഹം വരുന്നുണ്ടെന്ന്. അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, എനിക്ക് സത്യത്തെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഹൃദയമൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇടിച്ച് തലയൊക്കെ ഇങ്ങനെ കറങ്ങി വരുന്നു. സത്യത്തിൽ എനിക്ക് എന്റെ കൂടെ നിന്നവർ പറഞ്ഞത്, ഹൗ ഓൾഡ് ആർ യു സിനിമയില് രാഷ്ട്രപതിയെ കാണാനായിട്ട് മഞ്ജു വാര്യര് പോകുമ്പോ തല കറങ്ങി വീഴുന്ന ഒരു സീനില്ലേ, എക്സാക്ട് അങ്ങനെ ഉണ്ടാവുമെന്ന് പേടിച്ചു. കൈയും കാലും ഒക്കെ ഇങ്ങനെ നടുങ്ങി വിറയ്ക്കുവാണ്. എന്ന് വെച്ചാൽ എന്റെ ആരാധ്യ ദേവൻ അവിടെ വരാൻ പോവാണ്. ആ ഒരു മൊമെന്റ് എത്ര വർണ്ണിച്ചാലും എനിക്ക് മതിയാവില്ല കേട്ടോ.
ഞാനിങ്ങനെ അദ്ദേഹത്തെ കണ്ട നിമിഷം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന നിമിഷം എന്റെ കണ്ണിൽ നിന്ന് ഞാൻ കരഞ്ഞുപോയി. ഞാൻ അങ്ങ് നിലവിളിച്ചു. എല്ലാവരും ഭാരത് മാതാ കി ജയും വന്ദേ മാതരവും വിളിച്ച് കരയുമ്പോ എനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോ ജയ് ശ്രീറാം വിളിക്കാനാണ് തോന്നിയത്. ഞാൻ അവിടെ നിന്ന് ഉറക്കെ ജയ് ശ്രീറാം വിളിച്ച് കരഞ്ഞുപോയി. എന്റെ മനസ്സിൽ ഞാനൊന്ന് നേരത്തെ അയോധ്യ നമ്മുടെ രാമക്ഷേത്രത്തിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ശ്രീരാമചന്ദ്ര പ്രഭു, കുഞ്ഞായിരിക്കുന്ന ശ്രീരാമചന്ദ്ര പ്രഭുവിനെ കൈപിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ചിത്രം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോ എന്റെ കൺമുന്നിൽ അതാണ് വന്നത്. അപ്പൊ ഞാൻ അവിടെ നിന്നൊരു ജയ് ശ്രീറാം എന്ന് വിളിച്ചു കേട്ടോ. അപ്പൊ അദ്ദേഹം എല്ലാരെയും ഇങ്ങനെ നോക്കിയിട്ട് അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വന്ദേ മാതരം ബോലോ ഭാരത് മാതാ കി ജയ് എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇതുണ്ടാവുന്നു. പെട്ടെന്ന് അദ്ദേഹം അടുത്ത് വന്നു. ഞാൻ കരയുന്ന കണ്ടിട്ടായിരിക്കണം പെട്ടെന്ന് അദ്ദേഹം എന്റെ തലയിൽ ഇങ്ങനെ കൈതൊട്ട് അനുഗ്രഹിച്ചു. അപ്പോഴത്തേന് ഞാൻ വീണ്ടും കരയുന്നുണ്ട്. രണ്ടാമതും എന്നെ അനുഗ്രഹിച്ചു. അതോടെ എന്റെ ജന്മം സഫലമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അത്ര സന്തോഷമായിരുന്നു.